അവഞ്ചേഴ്സിന്റെ തംബ്നെയിൽ കണ്ട് ഈ വീഡിയോ കാണാൻ വന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാർവലിന്റെ കോമിക്സിന് പോലും ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു അവഞ്ചേഴ്സിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ കൊമ്പൻ മീശക്കാരനാണ് മാർട്ടിൻ സാർ. മാർട്ടിൻ സാർ ആള് റൊമാൻറ്റിക് ആണ്. ഇവരാണ് ആലിസ്. പുള്ളിയുടെ ഈ റൊമാൻറ്റിക് മോഡൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അയാളുടെ ഭാര്യയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇത് ഭാര്യയാണ്, പക്ഷെ വേറെ ആരുടെയോ ഭാര്യ. അങ്ങനെ ഏതോ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ മാർട്ടിൻ സാറ് നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഒന്നുമില്ല, മാർട്ടിൻ സാറിനെ നമ്മുടെ ഡോക്ടർ ഡൂമിനെ പോലെയുള്ള മാസ്ക് വെച്ച 3 പേര് വന്ന് പൊതിരെ തല്ലും. A few moments later. സോ ഈ തല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ അവഞ്ചേഴ്സ്. എന്തൊക്കെയായിരുന്നു. അങ്ങനെ സംക്രാന്തിക്ക് കോഴീനെ ഇറങ്ങണ പോലെ മാർട്ടിൻ സാറിന്റെ തല ഇറക്കുകയാണ്. അപ്പോൾ തെറിച്ചു വീണ മാർട്ടിൻ സാറിന്റെ തുള്ളി ചോരയിൽ നിന്നുമാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, അവഞ്ചേഴ്സ്. അറുത്തെടുത്ത മാർട്ടിൻ സാറിന്റെ തല അവഞ്ചേഴ്സ് ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൂക്കിയിടും. ഇത് മറ്റേ മാൻഡ്രാക്കിന്റെ പ്രതിമയല്ല, ഇത് മാർട്ടിൻ സാറിന്റെ തലയാണ്. പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് അവരിത് കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ട് പോയത്. അപ്പൊ തന്നെ അറിയാലോ ഈ കഥയിലെ പോലീസുകാരുടെ ഒക്കെ ഒരു നിലവാരം. സോ ഈ മാർട്ടിൻ സാറിന്റെ കേസ് അന്വേഷിക്കുന്നത് ഓഫീസർ മിശ്രയാണ്. വെറും മിശ്രയല്ല, കൂളിംഗ് ഗ്ലാസ് മിശ്ര. മിശ്ര സാറ് ക്രൈം സീനിലേക്ക് കയറി വന്ന് എല്ലാരോടും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതിലേ വന്നത് എന്റെ വീട് ഈ വഴിക്കാണ് സാറേ. ഇവിടെ അടുത്ത് CCTV ഉള്ളതായിട്ട് അറിയാമോ? ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ കൂലിപ്പണിക്കാരുടേതാ. അവിടെ ഒന്നും CCTV ഇല്ല സർ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു തീക്കെട്ടൽ തന്നെ ഉറുമ്പരിക്കുന്ന ഭരണമാണെന്ന്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ? ഈയിടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അതിപ്പോ എല്ലാവർക്കും അറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് ആള് ചോദിച്ചത്. മിശ്ര സാറും അങ്ങേരുടെ ടീമും കൂടി നമ്മുടെ ആലിസിന്റെ വീട്ടിലേക്ക് പോയി പുള്ളിക്കാരിയെ കുറെ ചോദ്യം ചെയ്യും. ആലിസ് ചേച്ചിയുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് പോലീസുകാരെല്ലാവരും അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിയുടെ അടുത്തേക്ക് പോകും. മരിച്ച ആ സാറ് പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരായിട്ട് അവർക്ക് ഇടപാടുണ്ടെന്നാ കേൾക്കണേ. നാട്ടുകാർ പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാ. പിന്നെ സാറേ, അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഏയ്, ഇവർക്ക് എല്ലാം അറിയാലോ. ഇനി ഇത് ആരെ കൊന്നുകൂടി പറഞ്ഞ കഥ കുറച്ചുകൂടി സ്പീഡിൽ അങ്ങോട്ട് പോയത്. ഇവിടെ അയാൾ നീ ഒന്നും പണയണ്ട. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്രിമിനൽ ലോയറായ സതീഷിനെയും അവഞ്ചേഴ്സ് നൈസായിട്ട് കഴുത്തറുത്ത് കൊല്ലും. അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. രാവിലെ അത് കാണുമ്പോ അവൾക്ക് നല്ല സന്തോഷാവും. A few moments later. ആരായിരുന്നു അന്ന് ഓട്ടോയിൽ വന്നത്? വെറുതെ ഇട്ടൊരു സ്ത്രീ ആയിരുന്നു. ഇനി ആളെ കണ്ടെത്താൻ തിരിച്ചറിയോ? ഇല്ല. അതെന്താ? അവര് പറഞ്ഞിട്ടോണ്ട്. അവരുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോഴേക്കും സംശയം തോന്നുന്നു. നിങ്ങളൊക്കെ പോലീസ് തന്നെ ആണോ? എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കണം. എന്തൊക്കെയാ സാറ് നിങ്ങൾ പറയണത്? വിവരം കിട്ടി അറിയിക്കാൻ. അപ്പൊ ആരെ ഈ കേസ് അന്വേഷിക്കണത്? മരിച്ചുപോയ സതീഷിന്റെ ഭാര്യയാണോ അതോ നിങ്ങളാണോ? പോലീസുകാരെ കൊണ്ട് ഒരു കോപ്പും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ അവഞ്ചേഴ്സ് ടീമിലെ ബ്ലാക്ക് വിഡോ ചേച്ചി സഹതാപം തോന്നിയിട്ട് അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഒരു പെൺഡ്രൈവിലാക്കി നമ്മുടെ മിശ്രയുടെ ടീമിലെ മാഡത്തിന് കൊടുക്കുകയാണ്. ഏയ്, ആളുകളുടെ പിന്നാലെ പോയിട്ട് ഷൂട്ട് ചെയ്യണ CCTV ക്യാമറയോ? കൊള്ളാലോ കളി. ആ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ 3 പേരെയാണ് കണ്ടത്. അപ്പൊ ഈ സംഘത്തിൽ 4 പേരാണ് ഉള്ളത്, വീഡിയോ എടുത്തയാൾ ഉൾപ്പെടെ. അതെ അതെ, 4 പേരുണ്ട്. ഇത് ഈ പടം പകുതി ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. ഇത് ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്. ഇനി ഇയാൾ വന്ന് ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ പെൺഡ്രൈവിലെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് മിശ്രയുടെ ടീമിലെ മാഡത്തിന് ഒരു ഫോൺ കോൾ വരുന്നത്. CCTVയിൽ നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. പെൺഡ്രൈവ് കൊടുത്തിട്ടും മുഖം CCTVയിൽ കാണിച്ചു കൊടുത്തിട്ടും ഇവന്മാർക്ക് ഒരു കോപ്പും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് വിഡോ മിശ്രയുടെ ടീമിലുള്ള ഒരു പോലീസുകാരന് മുന്നിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇനി ഒരു മാരക ചേസാണ്. നാടിന്നൻ മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അങ്ങനെ മിശ്രയുടെ പിടിയിലായ ബ്ലാക്ക് വിഡോയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നമ്മുടെ മാഡം പുതിയൊരു ഐഡിയ പുറത്തെടുക്കും. രേവതി,
നിങ്ങൾ ചെയ്തതൊക്കെ മനസാക്ഷിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? സത്യം നിങ്ങൾ എന്നോട് പറയൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം ലഭിക്കും. ഞാൻ പറയാം. Flashback. സോ നമ്മുടെ ബ്ലാക്ക് വിഡോന്റെ ശരിക്കുള്ള പേര് രേവതി എന്നായിരുന്നു. രേവതിയും ശ്രീദേവിയും സുഹൃത്തുക്കളായിരുന്നു. ശ്രീദേവിക്ക് ഒരു കാമുകനുണ്ട്, അതാണ് ഇവൻ. ഇവന്റെ പേരാണ് രാഹുൽ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീദേവിയുടെ മുഴുക്കുടിയനായ രണ്ടാനച്ഛൻ ഒരു ദിവസം അവളെ ചെരവ കൊണ്ട് കുത്തി കുത്തി കൊല്ലും. എന്നിട്ട് ചെരവ അയാൾ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടും. ഇതൊക്കെ കണ്ടുനിന്ന പുന്നക്കാടൻ എന്ന് പേരുള്ള ഏതോ ഒരാള് നമ്മുടെ മാർട്ടിനും മറ്റേ സതീശൻ വക്കീലിനും പിന്നെ പോലീസ് സർജനും കാശ് കൊടുത്ത് ഈ കൊലക്കുറ്റം രാഹുലിന്റെയും അവന്റെ കൂട്ടുകാരുടെയും തലയിൽ കെട്ടിവെക്കും. സത്യത്തിൽ ഈ പന്നക്കാടൻ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ആരയാള് എന്തിനയാള് ഇങ്ങനെ ചെയ്യണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ജയിലിൽ നിന്ന് ഇറങ്ങിയ രാഹുലിന്റെ കൂട്ടുകാരാണ് നമ്മുടെ അവഞ്ചേഴ്സ്. അപ്പൊ ഈ രാഹുൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരുത്തിന്റെ പിന്നാലെ അവഞ്ചേഴ്സ് അവരുടെ ബൈക്കിൽ പാഞ്ഞു പോവാണ്. ആരാണ് ഈ കാറിൽ പോണെന്നറിയോ? അല്ല, നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ഈ ചേസ് സീക്വൻസിന്റെ ഇടയിൽ അവഞ്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ ബൈക്കിന്റെ ഫ്രണ്ടൊക്കെ പൊക്കി കാണിക്കും. എങ്ങനെയൊക്കെ ഒടുക്കം 1.5 മണിക്കൂർ നേരത്തെ വട്ടം കറക്കതിന് ശേഷം അവഞ്ചേഴ്സ് ടാർഗറ്റിനെ കുടുക്കിയിരിക്കുകയാണ് ഗായ്സ്. പക്ഷെ എന്താ കാര്യം? ഇവരൊന്നും ചെയ്യില്ല. ഇവർ ജസ്റ്റ് വട്ടം കറങ്ങി നിൽക്കും. ഇയാള് തന്നെ ഇയാളുടെ തല പാറയിൽ അടിച്ചടിച്ച് ചാവും. അതിപ്പോ ലാഭായല്ലോ. അങ്ങനെ ഓൾറെഡി തലയിടിച്ച് ചെത്ത അയാളുടെ കഴുത്ത് വറുത്തിട്ട് അവഞ്ചേഴ്സ് നമ്മുടെ ടീം മിശ്ര കോപ്പ് ആ പോലീസ് യൂണിഫോം ഇട്ട മണ്ടന്മാർക്ക് പിടികൊടുക്കുകയാണ്. അതോടെ അവഞ്ചേഴ്സ് എന്ന ഈ പടം അവസാനിച്ചു. ബ്യൂട്ടിഫുൾ. രാഹുലിന്റെയും ശ്രീദേവിയുടെയും പ്രണയം പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ സിനിമയിൽ നല്ലൊരു പാട്ടും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിലെല്ലാ കാര്യവും മനസ്സിലാക്കി കൊടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആരൊക്കെയോ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്ന പുകയുടെ ഇടയിൽ കൂടെയാണ് ഈ സോങ് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ ഒന്നും പണയണ്ട. കിനാവിന്റെ ജാലക പഴുതിലൊടിന്നലെ